എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്റർ ആയ ലെൻസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ. ആരെങ്കിലും വീഡിയോ കാണാത്തതിൽ കാണുക, കണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് ലെൻസ് സമവാക്യം അല്ലെങ്കിൽ ലെൻസ് ഇക്വേഷൻ. നമ്മുടെ മിറർ ഇക്വേഷൻ ലാസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പൊ ഇവിടെ എന്താണ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻ ആണ് ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ലെൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് ഒരു വസ്തു ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ ഇമേജ് ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഫോക്കസിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നു നമ്മൾ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ലെൻസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിലേക്കുള്ള വസ്തുവിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ഇമേജിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ഈ ഫോക്കസ് ദൂരവുമാണ് നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. നമുക്കറിയാം ഇവിടെ OB എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? OB എന്ന് വെച്ചാൽ വസ്തുവാണ്, ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പം ഈ എല്ലാ അളവുകളും നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് കേട്ടോ. ഇവിടുന്ന് ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് നമ്മൾ എല്ലാ അളവുകളും എടുക്കുന്നത്. അപ്പോ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം ഇവിടെ ഏത് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയോ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം നമ്മൾ ഏത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യു വെച്ചിട്ടാണ് കേട്ടോ. ജനറലി വസ്തുവിലേക്കുള്ള ദൂരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാണ്? യു വെച്ചിട്ട്. ഓക്കെ ആണല്ലോ. തന്നെ ഐ എന്ന് വെച്ചാൽ ഇമേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ, അതായത് പ്രതിബിംബം. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഏതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? വി. ക്ലിയർ ആയല്ലോ. അപ്പം ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമ്മൾ ഏത് വെച്ച് റെപ്രസെന്റ് ചെയ്യും? ഏത് ലെറ്റർ വെച്ചാണ്? വി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എഫ് കൊടുത്തിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോക്കസ് ഉണ്ടല്ലോ, ഫോക്കസിലേക്കുള്ള ദൂരം, അതായത് ഫോക്കൽ ലെങ്ത് അല്ലെ. ഫോക്കൽ ലെങ്ത് അതേതാണ്? എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ടേംസ് വെച്ചിട്ടാണ് നമ്മൾ ലെൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇല്ല, അത് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോൾ +2 വരുമ്പോൾ ഒക്കെ ഡിറൈവ് ചെയ്യാറുണ്ട്. ഇക്വേഷൻ മാത്രമാണ് ഇവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ 3 ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വസ്തുവിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് യു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇമേജ് അല്ലെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയാലോ. അപ്പൊ ഇതിനൊക്കെ കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, അത് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും ഉപയോഗിക്കുന്ന ലെൻസ്. അതുപോലെ നമ്മൾ വസ്തു എവിടെയാണോ വെച്ചിരിക്കുന്നത്, ഇപ്പൊ എവിടെയാണ് 2F-നും F-നും ഇടയിലല്ലേ, അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും. F-ൽ വെക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ എന്താണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. ക്ലിയർ ആയാലോ. ഇനി നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ യുവും വിയും എഫും ഒക്കെ എടുക്കും. നമുക്കറിയാം ഓരോ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് അവിടെ വേറെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചിഹ്നം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പം ആ ചിഹ്നം കൂടെ പരിഗണിച്ചിട്ട് വേണം നമുക്ക് എന്ത് എഴുതാൻ? ഈ ലെൻസ് സമവാക്യം എഴുതാൻ. ക്ലിയർ ആയല്ലോ. അപ്പോ ആ ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില റൂൾസുകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അപ്പൊ അതാണ് കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയും കേട്ടോ. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ എന്നാണ് അതിനെ പറയുന്നത്. കാർട്ടീഷ്യൻ ചിഹ്ന രീതി അല്ലെങ്കിൽ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂള്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അളവുകളൊക്കെ എടുക്കുമ്പോൾ അത് ഏത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ സയൻസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആയാലോ. ഇവിടെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം നോക്കട്ടോ. ഈ ചിത്രത്തിൽ നോക്കുക. എന്ന് നോക്കിയേ, ഒപ്റ്റിക് സെന്റർ O ആണ്. ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. OB എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് ഇതാണ്. ദെൻ IM എന്ന് പറഞ്ഞിരിക്കുന്ന ഇമേജ് ഇതാണ്. ക്ലിയർ ആയല്ലോ. ദെൻ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യും? ഒബ്ജക്ട് ഡിസ്റ്റൻസ്, അതായത് യു ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് U = 25 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം, അതായത് ഫോക്കൽ എന്ന്, അതും ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 20 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ. ഇനി ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഏതാണ്? ബി വെച്ചിട്ട്, ഇമേജ് ഡിസ്റ്റൻസ് ആണ്, അതിനെ നമ്മൾ ബി വെച്ച് റെപ്രസെന്റ് ചെയ്യും. അത് എത്രയാണ്? 100 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഈ അളവുകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ അളവുകൾ ഇപ്പൊ വെറുതെ U = നമുക്ക് 25 എന്ന് വെറുതെ എഴുതിയാൽ പറ്റില്ല. അതിന് ചിഹ്നം പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ അതിന് ചിഹ്നം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ചിഹ്നം നമ്മൾ പരിഗണിക്കുന്നെങ്കിൽ അവിടെ 3 റൂളുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ അളവുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നായിരിക്കണം. മനസ്സിലായോ? സ്റ്റാർട്ട്സ് ഫ്രം എവിടെ നിന്നാണ്? ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ അല്ലെങ്കിൽ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നായിരിക്കണം എല്ലാ അളവുകളും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോ XY ആക്സിസ് നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ ഇവിടുന്ന് ഒറിജിനൽ അവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ്
എല്ലാ അളവുകളും ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അളവുകളെല്ലാം എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ റൂള് പറഞ്ഞിരിക്കുന്നത് ഇൻസിഡന്റ് റേ ഉണ്ടല്ലോ, ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പം ഇൻസിഡന്റ് റേയുടെ അതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ, ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പം ഇതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഇൻസിഡന്റ് റേക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ, ഇൻസിഡന്റ് റേക്ക് സെയിം ഡയറക്ഷൻ കേട്ടോ, ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ഇൻസിഡന്റ് റേ എങ്ങോട്ടാണോ പോകുന്നത് അതേ ഡയറക്ഷനിലാണ് നമ്മൾ അളവുകൾ എടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ്. ഇനി ആ ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ അളവുകൾ എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഇവിടെ നോക്കിയ ഈ ഒരു ചിത്രത്തിൽ നോക്കിയേ, നോക്കിയാൽ എല്ലാ അളവുകളും നമ്മൾ ഇവിടുന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പൊ നോക്കിയേ ഇൻസിഡന്റ് റേ അങ്ങോട്ട് പോകുമ്പോൾ അതേ ഡയറക്ഷനുള്ള നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പൊ ഒബ്ജക്ട് ഡിസ്റ്റൻസ് നമ്മൾ എവിടുന്നാണ് എടുക്കുന്നത്, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പൊ നമ്മൾ അളവുകൾ എടുക്കുമ്പോൾ ഈ ഇങ്ങോട്ടല്ലേ എടുക്കുന്നത്, 0, 1, 2, 3 അങ്ങനെയല്ലേ പോകുന്ന അളവുകൾ. ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസ് വരുന്നത്, അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ യു എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും, -25 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലെ, ഈ ഒരു ഡയറക്ഷനിലേക്ക്, അപ്പൊ അതേ ഡയറക്ഷനിലെ നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് എടുക്കുന്നത്, ഇവിടുന്ന് 1, 2, 3 എന്നല്ല എടുക്കുന്നത്. അപ്പൊ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ അളവ് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 100 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഫോക്കൽ ലെങ്ത് എങ്ങനെയാണ്, ഇൻസിഡന്റ് റേയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്, അപ്പം അത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി മൂന്നാമത്തെ റൂള് പറഞ്ഞിരിക്കുന്നത് ഈ പ്രകാശ അക്ഷം ഉണ്ടോ, അതായത് പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടല്ലോ, ഈ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കുള്ളത് ഉണ്ടല്ലേ, മുകളിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിസ് അല്ലെ, ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്ക് അല്ലെ, മുകളിലേക്കുള്ളതിനെ നമ്മൾ മുകളിലേക്കുള്ളത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും, താഴോട്ടുള്ളത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കുന്നത്. മനസ്സിലായല്ലോ? ഒപ്റ്റിക് ആക്സിന് എബോവ് ആയിട്ടുള്ള റീഡിങ് നമ്മൾ പോസിറ്റീവും, ഇത് കണ്ടില്ലേ, ഇപ്പൊ OB ഈ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, ഈ ഹൈറ്റ് നമുക്ക് തന്നിരിക്കും, അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ പോസിറ്റീവ്. ഇവിടെ നോക്കിയാൽ 1 സെന്റിമീറ്റർ ആണ്, അപ്പൊ നോക്കിയേ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇവിടെ 1 സെന്റിമീറ്റർ വന്നിട്ട് ആ 1 സെന്റിമീറ്റർ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഇവിടെ നോക്കിയേ ഈ ഒപ്റ്റിക് ആക്സിന് താഴോട്ടുള്ളത് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. നമ്മൾ സാറിന് അങ്ങനെയല്ലേ പോസിറ്റീവ് വൈയും നെഗറ്റീവ് വൈയും ആക്സിസ് ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ. അപ്പൊ ഇവിടെ എത്രയാണ് ഇമേജ് ഹൈറ്റിനെ നമ്മൾ HI റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ, ഒബ്ജക്ട് ഹൈറ്റിനെ HO വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും കേട്ടോ. HO എന്ന് പറഞ്ഞിരിക്കുന്നു ഒബ്ജക്ട് ഹൈറ്റ്. ദെൻ ഇമേജിന്റെ ഹൈറ്റിനെ നമ്മൾ HI വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമേജ് ഹൈറ്റിനെ നമ്മൾ HI വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അതേ നോക്കി ഇവിടെ 4 വന്നു, അപ്പം HI എത്രയാണ് ഇവിടെ എടുക്കുന്നത്, HI is equal to -4 സെന്റിമീറ്റർ എന്ന് വേണം നമുക്ക് ഇവിടെ എടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ ഈ 3 റൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ സൈൻ കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, നമ്മൾ എല്ലാ റീഡിങ്ങും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ്, പിന്നെ എന്താണ്, ഇൻസിഡന്റ് റേക്ക് സെയിം ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ആണ്, ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഒപ്റ്റിക് ആക്സിന് എബോവ് മുകളിലേക്കുള്ളത് നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവ് ആയിട്ടും താഴേക്കുള്ളതെല്ലാം നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കിയേ ഈ ഒരു കേസിൽ വരുമ്പം U-20 ഇത് കണ്ടില്ലേ, ഇൻസിഡന്റ് റേ ഇങ്ങോട്ട് പോകുന്നു, അപ്പൊ അതിന് ഓപ്പോസിറ്റ് എടുക്കും, അപ്പൊ -25 എന്ന് വരും. ബി എങ്ങനെയാണ്, ഇൻസിഡന്റ് റേക്ക് അതേ ഡയറക്ഷനിലാണ്, അപ്പൊ +100 വരും. എഫും ഇതേ ഡയറക്ഷനിലാണ്, അപ്പൊ അത് എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര എടുക്കുന്നത്, 20 സെന്റിമീറ്റർ പോസിറ്റീവ് ആണ് വാല്യൂ. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഹൈറ്റ് അതായത് HO അല്ലെ, HO നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, പ്രിൻസിപ്പൽ ആക്സിസിന് അല്ലെങ്കിൽ ഒപ്റ്റിക് ആക്സിന് മുകളിലായിട്ടാണ്, അപ്പൊ അത് പോസിറ്റീവ് ആണ്, ദാറ്റ് ഈസ് 1 സെന്റിമീറ്റർ ആണ്. ഇവിടെ HI ഇമേജ് ഹൈറ്റ് താഴേക്ക് ആയതുകൊണ്ട് -4 സെന്റിമീറ്റർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അപ്പൊ മൈനസും പോസിറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, ലെൻസ് ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷനെ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ താഴെ കൊടുത്ത രണ്ടാമത്തെ ചിത്രം നോക്കിയേ, ഇവിടെ ഒബ്ജക്റ്റ് ഇവിടെയാണ്, ഈ സൈഡിലാണ് ഇരിക്കുന്നത്. ഒബ്ജക്റ്റ് ഏത് സൈഡിലാണ് ഇരിക്കുന്നത് നോക്കണ്ട, ഇൻസിഡന്റ് റേക്ക് എങ്ങനെയാന്ന് നോക്കുക. ഇൻസിഡന്റ് റേക്ക് ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ, ഇൻസിഡന്റ് റേക്ക് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ നോക്കിയേ, ഇൻസിഡന്റ് റേ ഇങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ റീഡിങ് എങ്ങനെയാണ്, ഇങ്ങോട്ടല്ലേ എടുക്കുന്നത്, ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ഇവിടെ ഇങ്ങോട്ടാണ് നമ്മൾ എടുക്കുന്നത്.
ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുത്തെ യു എന്തായിട്ട് വരും? ഇൻസിഡന്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -25 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ദെൻ ഇമേജ് ഡിസ്റ്റൻസ്, ഇൻസിഡന്റ് ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പൊ അതേ ഡയറക്ഷനിൽ തന്നെ ആയതുകൊണ്ട് ഇമേജ് ഡിസ്റ്റൻസ് വി ആണ്. അത് ഇവിടെ എത്രയാണ്? 100 പോസിറ്റീവ് വാല്യൂ തന്നെ വരും, 100 സെന്റിമീറ്റർ. ഫോക്കൽ ലെന്തും ഇൻസിഡന്റ് അതേ ഡയറക്ഷനിലാണ്, അപ്പൊ എഫ് ഈസ് ഈക്വൽ എത്രയാണ്? 20 സെന്റിമീറ്റർ എന്ന് വരും. ക്ലിയർ ആയല്ലോ? ദെൻ ഒബ്ജക്റ്റ് ഹൈറ്റ് മേളിലേക്കാണ്, അതുകൊണ്ട് അത് 1 സെന്റിമീറ്റർ ആണ്, പോസിറ്റീവ് തന്നെ. ദെൻ ഇമേജ് ഹൈറ്റ് ഇല്ല, ഇമേജിന്റെ ഹൈറ്റ് HI ആണ്, അത് താഴേക്ക് ആയതുകൊണ്ട് -4 സെന്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 3 റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈൻ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ? 3 റൂള് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓൾ ഡിസ്റ്റൻസസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഓഫ് ദി ലെൻസ്. ലെൻസിന്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കേണ്ടത്. ഇനി ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് റേ ഷുഡ് ബി കൺസിഡർഡ് ആസ് പോസിറ്റീവ് ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷുഡ് ബി കൺസിഡർഡ് ആസ് നെഗറ്റീവ്. പതനരശ്മിയുടെ അതേ ദിശയിൽ എങ്ങനെയാണ് അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവും അല്ലാത്തവ എതിർ ദിശയിലുള്ളത് നെഗറ്റീവായിട്ടും പരിഗണിക്കണം. ഡിസ്റ്റൻസ് മെഷേർഡ് എബോവ് ദ ഒപ്റ്റിക് ആക്സിസ് ഷുഡ് ബി ഷുഡ് ബി കൺസിഡർഡ് ആസ് പോസിറ്റീവ്, ബിലോ ഷുഡ് ബി കൺസിഡർഡ് ആസ് നെഗറ്റീവ്. പ്രകാശീയ അക്ഷത്തിന് മുകളിലേക്ക് അളക്കുന്ന അളവുകൾ പോസിറ്റീവ് ആണ്. പ്രകാശീയ അക്ഷത്തിന് മുകളിലേക്ക് പോസിറ്റീവും താഴേക്കുള്ളവ എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കേണ്ടത്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? അപ്പം ഇതേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം ഉണ്ട്, അപ്പൊ ആ കോളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്യട്ടെ. ഞാനിപ്പോ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞായിരുന്നു, അപ്പൊ അത് നിങ്ങൾ ഫില്ല് ചെയ്യട്ടോ, നോക്കി ഫില്ല് ചെയ്യുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ലെൻസ് ഇക്വേഷൻ എന്താന്നുള്ളത്. ലെൻസ് ഇക്വേഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 3 ടേമുകളാണ് വേണ്ടത്. അതായത് എഫ് വേണം, യു വേണം, ബി വേണം. എഫ് എന്ന് വെച്ചാൽ ഫോക്കൽ ലെന്താണ്, യു എന്താണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം, ബി എന്ന് വെച്ചാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ആ ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇത് ഡിറൈവ് ചെയ്യാനൊക്കെ ഉണ്ട്, നിങ്ങൾ ഞാൻ ഹയർ ക്ലാസ്സുകളിൽ വരുമ്പോൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇക്വേഷൻ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം കേട്ടോ. The position of the image formed by a lens is determined by the position of the object and the focal length of the lens. ആണല്ലോ? അപ്പൊ നമുക്കൊരു പ്രതിബിംബം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ വസ്തുവിന്റെ സ്ഥാനം, എവിടെയാണ് വസ്തു ഇരിക്കുന്നത്, അതുപോലെ ലെൻസിന്റെ ഫോക്കൽ ലെന്ത്, ഇതിനെ രണ്ടിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇമേജിന്റെ സ്ഥാനവും അല്ലെങ്കിൽ ഇമേജിന്റെ ഫീച്ചേഴ്സും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന നമ്മൾ റേ ഡയഗ്രം വരച്ചപ്പോ കണ്ടതല്ലേ? ഫോക്കൽ ലെൻസിന്റെ ഫോക്കൽ ലെന്തും അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലെൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ ലെൻസ് സമവാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇക്വേഷൻ? 1/f is equal to 1/v minus 1/u. മനസ്സിലായല്ലോ? 1/f is equal to 1/v minus 1/u. നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്, യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയാം. ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ടു ഇമേജ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കാം. ഇതാണ് ബേസിക് ഇക്വേഷൻ. അതിൽ നിന്നാണ് നമ്മൾ ഇത് വന്നത് കേട്ടോ. അറിയാമോ എങ്ങനെയാ വരുന്നത്? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. ഇതെന്ത് ചെയ്യാൻ സാധിക്കും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. അപ്പൊ ഇങ്ങനെയാണ് യു മൈനസ് വി ഡിവൈഡ് ബൈ യു വി എന്ന് വരും 1/f. ഇനി എഫിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും? റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി. അതാണ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പം ലെൻസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതാണ്. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. അത് പഠിക്കുക. അതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്തെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ റെസിപ്രോക്കൽ ഒക്കെ എടുത്ത് ഫ്രാക്ഷൻ ആയിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ 2 ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ഷുവർ ആണ് കേട്ടോ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം. ഇങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ യുടെയും വിയുടെയും വാല്യൂ ഒക്കെ നമുക്ക് തരും. അപ്പൊ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമ്മുടെ കാർട്ടീഷ്യൻ സൈൻ രീതി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇച്ചിരൂടെ ക്ലിയർ ആവും കേട്ടോ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട് ആൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഡിപ്പിക്ട് ഇൻ ദ ഫിഗർ. ചിത്രം കൊടുത്തിട്ടുണ്ട്. വസ്തുവിലേക്കുള്ള അകലവും അതുപോലെ തന്നെ ഇമേജിലേക്കുള്ള അകലവും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെന്താണ് കണ്ടുപിടിക്കേണ്ടത്? റൈറ്റ് ഡൗൺ ദ മെഷർമെന്റ്സ് യൂസിങ് ദ സൈൻ കൺവെൻഷൻ. ചിഹ്ന നിയമങ്ങളുണ്ടല്ലോ, കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഉപയോഗിച്ചിട്ട് മെഷർമെന്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്.
കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി ലെൻസ്, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? നമുക്ക് ആദ്യത്തെ എന്താണ്, സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അളവുകളൊക്കെ എടുത്തെഴുതാം. അപ്പൊ ആദ്യം എന്താണ് വേണ്ടത്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വസ്തുവിലേക്കുള്ള അകലം ഇല്ലേ. അതിനെ നമ്മൾ ഏത് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെ നോക്കിയേ, എങ്ങനെയാണ് ഇൻസിഡന്റ്, വസ്തു ഇവിടെയാണ് ഇരിക്കുന്നത്, അപ്പൊ ഇൻസിഡന്റ് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാ അളവുകളും എടുക്കുന്നത്, ഇൻസിഡന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഏതായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മൈനസ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, -90 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ, അത് ഇൻസിഡന്റ് വിപരീത ദിശയിലായതുകൊണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് അല്ലെ. ഇമേജ് ഡിസ്റ്റൻസ് അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, അത് ബി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതും നമ്മൾ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ഇൻസെൻട്ര ഇങ്ങോട്ടാണ് പോകുന്നത്, സെയിം ഡയറക്ഷനിലാണല്ലോ, അപ്പൊ അത് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ എന്താണ്, പ്ലസ് ആണ്. പ്ലസ് എത്രയാണ് വാല്യൂ തന്നിട്ടുണ്ട്, 30 ഇല്ല 30 സെന്റിമീറ്റർ. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഫോക്കൽ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് 1/f ഈസ് ഈക്വൽ ടു 1/b മൈനസ് 1/u ആണ്. നിങ്ങൾ ഇതിലേക്ക് യുടെയും വാല്യൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഏതാണ്, uv ഡിവൈഡ് ബൈ u മൈനസ് v. ഇതാണ് ഇച്ചിരി എളുപ്പം ചെയ്യാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ഇതിലേക്ക് ചെയ്താലും കിട്ടും കേട്ടോ. ഇതാണ് ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട് -90 കേട്ടോ, മൈനസ് ഇടണം. ബിയുടെ വാല്യൂ 30 ആണ്, ഡിവൈഡഡ് ബൈ എത്ര വരും, യു -90 ആണ്, മൈനസ് ബി 30 ആണ്. ഓക്കെ ആണല്ലോ? ഇത് എത്ര വരും, ഇവിടെ നെഗറ്റീവ് ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും, 2700. ശരിയല്ലേ? ദെൻ ഇവിടെ നമുക്കറിയാം സെന്റിമീറ്ററിലാണ് കേട്ടോ, അപ്പൊ ഇത് വരുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ വരും കേട്ടോ. ദെൻ ഡിവൈഡ് ബൈ ഇവിടെ എത്ര വരും, രണ്ടും സെയിം സൈൻ അല്ലേ, രണ്ടും സെയിം സൈൻ ആകുമ്പോൾ കൂട്ടി വെച്ച് അതേ സൈൻ ഇടുക. അപ്പൊ എത്രയാണ് വരുന്നത്, 120 വരും, 120 സെന്റിമീറ്റർ എന്ന് വരും. ഇവിടെ ഒരു സെന്റിമീറ്റർ ഉണ്ട്, ഈ ഒരു സെന്റിമീറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടുത്തെ മൈനസും ക്യാൻസൽ ആയിപ്പോ, ഇവിടെ ഒരു 0 ഉണ്ട്, ഒരു 0 ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എത്രയാണ്, 270 ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ എത്ര കിട്ടും, ചെയ്ത് നോക്കണം. അറിയാമല്ലോ ചെയ്യാൻ, നിങ്ങൾക്ക് ഡിവിഷനൊക്കെ പഠിക്കണം കേട്ടോ. 270 ഡിവൈഡ് ബൈ 12 ആണ്, 2 പ്രാവശ്യം വരും, 24 വരും. ദെൻ 4 3 7, ദെൻ 30 വരും. 30 എത്രയാണ്, 2 പ്രാവശ്യം അല്ലേ, 24 ആണ് വരുന്നത്. ദെൻ 6 വരും. ദെൻ എന്താണ്, പിന്നെ അടങ്ങുമല്ലോ, അതിന്റെ 0 ഇട്ടു. 60 എത്ര പ്രാവശ്യം വരും, 5 പ്രാവശ്യം, 15 60 വരും അല്ല. അപ്പൊ എത്രയാണ്, 22.5 സെന്റിമീറ്റർ. സെന്റിമീറ്റർ അല്ലേ, ഇവിടെ ഒരു സെന്റിമീറ്റർ അല്ലേ ഉള്ളൂ. അപ്പൊ ഫോക്കൽ ലെങ്ത് നമുക്ക് ഇവിടെ എത്ര കിട്ടി, 22.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ വാല്യൂ എത്രയാണ് കിട്ടിയത്, 22.5 സെന്റിമീറ്റർ. ഈ വാല്യൂ എങ്ങനെയാണ്, പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടിയത്, നെഗറ്റീവ് വാല്യൂ ഒന്നും അല്ലല്ലോ കിട്ടിയത്. അതായത് എഫിന്റെ വാല്യൂ എങ്ങനെയാണ്, പോസിറ്റീവ് ആണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് പോസിറ്റീവ് വാല്യൂ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഇവിടെയാണ്, ഇമേജ് ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് പറയും, ഇപ്പൊ ചിത്രം തന്നിരിക്കുന്നതുകൊണ്ടല്ലേ എന്താണ് ഇവിടെയാണ് നമുക്ക് മനസ്സിലായത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ ചിത്രം തരാതെ യുവിന്റെയും വിന്റെയും വാല്യൂ ഒക്കെ തന്നിട്ട് നമ്മൾ ഫീച്ചേഴ്സ് എഴുതാൻ ചോദിക്കും. അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് ഫോക്കസ് എങ്ങനെയായിരിക്കും, അതായത് റിയൽ ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുന്നത് അല്ലെ, റിയൽ ഇമേജ് ആയിരിക്കും അവിടെ കിട്ടുന്നത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതാണ് പോസിറ്റീവ് വാല്യൂ, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ അത് ഏത് ലെൻസും ആയിരിക്കും, കോൺവെക്സ് ലെൻസും ആയിരിക്കും കേട്ടോ. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് വരുമ്പോൾ അത് കോൺവെക്സ് ലെൻസും ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ചോദിക്കും. ഇപ്പൊ ചിത്രം തന്നുകൊണ്ടല്ലേ, ചിത്രം തരാതെ ഏത് ലെൻസ് ആണ് എന്താണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ഏത് ലെൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഓർത്തിരിക്കുക, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട്, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് അത് ഏത് ലെൻസ് ആണ്, കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. അതൊക്കെ ഓർത്തിരുന്നാണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പം അത് ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ഇക്വേഷൻ നമ്മൾ എഫ് അല്ല കണ്ടുപിടിച്ചത്, ഇനി നമുക്ക് വേണമെങ്കിൽ വി കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ യു ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം അതനുസരിച്ച് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ.
അപ്പൊ നമ്മൾ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ കണ്ടു അല്ലെ? ലെൻസ് ഇക്വേഷൻ ഏതാണ്? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ് കേട്ടോ. ഇവിടെ മൈനസ് ആണെന്ന് പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവത്തിൽ നമുക്ക് വേണമെന്ന് v കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതായിരുന്നു? f ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? uv ഡിവൈഡഡ് ബൈ u മൈനസ് v നമ്മൾ എഴുതിയായിരുന്നു അല്ലെ? uv ഡിവൈഡഡ് ബൈ u മൈനസ് v നമ്മൾ എഴുതി. അപ്പൊ ഇതാണ് ഇച്ചിരി എളുപ്പം ചെയ്യാൻ. ഇനി സപ്പോസ് v ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഇപ്പൊ ഇവിടെ f അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചു. v ആണ്, അതായത് ഇമേജിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയും ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. അതായത് 1/v ലേക്ക് ആക്കുക. 1/v ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 1/f ഇത് ഇപ്പുറത്തോട്ട് പോകുമല്ലോ. അപ്പൊ എന്താവും? പ്ലസ് ആവും. 1/f പ്ലസ് 1/u ആവും. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? വിയുടെ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? v ഇസ് ഈക്വൽ ടു എഴുതാൻ സാധിക്കും. ഇതെങ്ങനെ ശരിക്കും ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞില്ല, ഞാൻ മുമ്പ് കാണിച്ചതുപോലെ തന്നെ അത് u പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് യു എന്ന് വരും. ദാറ്റ് ഈസ് 1/v എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് v എങ്ങനെയായിട്ട് എഴുതാം? റെസിപ്രോക്കൽ, അതായത് എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് അല്ലെങ്കിൽ യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? വിയുടെ ഇക്വേഷൻ എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫ്. മനസ്സിലായല്ലോ? ഇനി അടുത്ത കേസ് നമുക്ക് യു കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കാന്ന് വിചാരിച്ചു. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഈ ഒരു ഇക്വേഷൻ അല്ലേ? ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യു കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? ഇതിനെ 1/u ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ 1/u നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു. അത് പോസിറ്റീവായി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v. റൈറ്റ് സൈഡിൽ ഓൾറെഡി കിടപ്പുണ്ട്. 1/v മൈനസ് ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1/f ആവും. അത് ഇതുപോലെ നമ്മൾ ചെയ്യുക. എഫ് മൈനസ് വി ഡിവൈഡ് ബൈ വി എഫ് എന്ന് വരും അല്ലെ? വി എഫ് എന്ന് വരും. അതായത് 1/u ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എടുക്കാം? വി എഫ് ഡിവൈഡ് ബൈ എഫ് മൈനസ് വി എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ യു നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? എഫ് ബി ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് എഫ് മൈനസ് വി എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻ കേട്ടോ. അതില് ശരിക്കും ആ ഒരു ഇക്വേഷൻ പഠിച്ചാണ്. ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ലെൻസ് ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്നാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പം ഇതിങ്ങനെ പഠിച്ചു നോക്കുവാണ് നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി ആണ്. ബി ഈസ് ഈക്വൽ ടു വി വരുമ്പം എഫ് യു വരണം. മറ്റു രണ്ടെണ്ണമാണ് എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് നോക്കുക. ഇവിടെ പ്ലസ് ആണ് വരുന്നത് നോക്കുക. ഇനി യു ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എഫും വിയും വേണം. എഫ് മൈനസ് വി എന്ന് ഓർക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ അതങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചത് യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫിന് വരുന്നുണ്ടെങ്കിൽ ആ ഫോർമാറ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എഫ് പ്ലസ് യു എന്ന് എഴുതാം. നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. എഫ് പ്ലസ് യു എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ദെൻ യു ആണ് കണ്ടുപിടിക്കുന്നത് എഫ് യു ഡിവൈഡ് ബൈ എഫ് മൈനസ് വി. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പം ആയിരിക്കും. നിങ്ങൾ പഠിച്ചു നോക്കുക കേട്ടോ. ഒരു പ്രോബ്ലം കണ്ടല്ലോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പൊ വി കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എഫും യുവും അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. യു ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എഫും വിയും തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ നോക്കാമേ. A concave lens has a focal length of 20 centimeter. എത്രയാണ്? 20 centimeter focal length തന്നിട്ടുണ്ട്. An object of height 2 centimeter is placed at a distance 30 centimeter from the lens on the optic axis. Calculate the distance from the lens to the image. ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണ്. അതിന്റെ പ്രകാശിക അക്ഷത്തിൽ 2 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തു ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കണക്കാക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ റേഡിയോഗ്രാം ഒന്നുമില്ല. അപ്പൊ എങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതുക കേട്ടോ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫോക്കൽ ലെന്ത് തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ് തന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ആണ്, HO ആണ് തന്നിരിക്കുന്നത് കേട്ടോ. 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അതായത് ലെൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. യുവും തന്നിട്ടുണ്ട്. 30 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് ഇമേജിലേക്കുള്ള ദൂരമാണ്. അതായത് വി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇവിടെ നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോൺകേവ് ലെൻസ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
അപ്പോ ഈ കോൺകേവ് ലെൻസിന്റെ കേസ് നമുക്കറിയാം കോൺകേവ് ലെൻസിന് എങ്ങനെയാണ് ഇമേജ് ഉണ്ടാകുന്നത്, എവിടെയാണ് നമ്മൾ ആ റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇമേജ് ഉണ്ടാകുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ഇവിടെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇമേജ് ഉണ്ടാകുന്നതല്ല, ഫോക്കസ് ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേസ് ഇങ്ങനെ വന്ന് വീഴുമല്ലേ, അപ്പൊ എന്താണ് ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് അല്ലേ. അതായത് ഫോക്കസ് ഇവിടെ ആയതുകൊണ്ട് നമ്മളിവിടെ ഫോക്കൽ ലെങ്ത് അളക്കുമ്പോൾ ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നമ്മൾ എന്തായിട്ട് എടുക്കും, നെഗറ്റീവ് ആയിട്ട് എടുക്കും. ക്ലിയർ ആയല്ലോ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് പോസിറ്റീവ് തന്നെയാണ്, മേളിലേക്കല്ലേ വരുന്നത്. ദെൻ പിന്നെന്താണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലെ, ഒബ്ജക്റ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതാ നോക്കിയാൽ ഇൻസെൻട്ര ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. അതുകൊണ്ട് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഏതാണ്, നെഗറ്റീവ് വാല്യൂ വരും. മനസ്സിലായല്ലോ. അപ്പൊ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ലെഫ്റ്റ് സൈഡിൽ തന്നെയല്ല നമ്മൾ ഫോക്കൽ ലെങ്ത് ആ ഫോക്കസിലേക്ക് വരിക എന്നുള്ള രീതിയിലല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ബേസിക് ഇക്വേഷൻ ഏതാണ്, 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ ഇക്വേഷൻ വിയിലേക്ക് മാറ്റണ്ടേ. അപ്പൊ എങ്ങനെ വരും, 1/v അല്ലെ, 1/v ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u എന്ന് വരും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ് കാണിച്ചു തന്നില്ല ഇക്വേഷൻ ഏതാന്നുള്ളത്. വിയുടെ ഇക്വേഷൻ ഏതാണ്, v ഈസ് ഈക്വൽ ടു എഫ് യു ഡിവൈഡഡ് ബൈ എഫ് പ്ലസ് യു. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താലും മതി. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എത്ര വരും, എഫിന്റെ വാല്യൂ എത്രയാണ്, -20 ആണ്, ഇൻറ്റു യുവിന്റെ വാല്യൂ -30 ആണ്, ഡിവൈഡഡ് ബൈ എഫ് -20 പ്ലസ് -30 വരും. ക്ലിയർ ആയാലോ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആയിപ്പോ ദെൻ എത്ര വരും, 600 വരും. ഡിവൈഡ് ബൈ ഇവിടെ ഈ മൈനസും പ്ലസും ഉണ്ട്, അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തായിട്ട് മാറും, മൈനസ് ആയിട്ട് മാറും ഇല്ല. അപ്പൊ ഈ ഒരു ഭാഗത്ത് എന്തായിട്ട് വരും, മൈനസ് വരും. മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ആണ്. ഞാനൊരു ബേസിക് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പൊ അത് കാണുക കേട്ടോ മാത്സിന്റെ. ദെൻ അപ്പൊ ഇവിടെ എത്രയാണ് വരുന്നത്, രണ്ടും ഒരേ സൈൻ ആയതുകൊണ്ട് കൂട്ടിയിട്ട് സൈൻ, അപ്പം എത്ര വരും, -50 എന്ന് വരും. ഓക്കെ ആണല്ലോ. ദാ എന്താണ് ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എത്ര വരും, 60 ഡിവൈഡ് ബൈ 5 വരും. 60 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 12 ആണ് വരുന്നത്. മൈനസ് ഉണ്ട്, അപ്പൊ -12 എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ വിയുടെ വാല്യൂ, അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എത്രയാണ്, -12 സെന്റിമീറ്റർ എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം, പ്രതിബിംബം നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് നമുക്കറിയാം ഇല്ല. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, -12 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ, ഈ കോൺകേവ് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ വരുവാണെങ്കിൽ നമുക്ക് അതിന് എന്തൊക്കെ കാര്യങ്ങൾ പറയാം, എന്തൊക്കെ ഫീച്ചേഴ്സ് പറയാം. ഇവിടെ കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് ഓർത്തോണം, കോൺകേവ് ലെൻസ് ആയതുകൊണ്ട് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. കോൺകേവിന്റെ കേസ് അതൊരു മെയിൻ പോയിന്റ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ കോൺകേവ് ലെൻസിന്റെ കേസിൽ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയായിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും അല്ലേ, വെർച്വൽ ഇമേജ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ആണ്. അതുപോലെ ഇറക്റ്റും ആയിരിക്കുമല്ലോ, ഇറക്റ്റ് ആൻഡ് വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഓർത്ത് വേണം പോകാൻ. മനസ്സിലായല്ലോ. അപ്പൊ ഇത് നമ്മൾ വി കണ്ടുപിടിക്കുകയാണ് ചെയ്തത് അല്ലേ. നമ്മൾ നേരത്തെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു, വി കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ യുവും കണ്ടുപിടിക്കാൻ ചോദിക്കും. ഡയഗ്രം ഒന്നും തന്നിട്ടല്ല എങ്കിലും തന്നിരിക്കുന്ന വാല്യൂ ഉപയോഗിച്ച് നമുക്ക് ചെയ്യണം. അപ്പൊ ഓർക്കേണ്ട കാര്യം, കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിങ് അത് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് തന്നെയുള്ളൂ വരുന്നത്. കാരണം ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്റ്റ് വെക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണല്ലോ. കോൺകേവിന്റെ കേസിലാണെങ്കിലും കോൺവെക്സിന്റെ കേസിലാണെങ്കിലും ഒബ്ജക്റ്റ് വെക്കുന്നത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺവെക്സിന്റെ കേസിൽ വരുമ്പോൾ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവിന്റെ കേസിൽ കേട്ടോ, അതും കൂടെ അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. കോൺവെക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ എഫ് എങ്ങനെയാണ്, എഫിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എഫിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇനി കോൺവെക്സും കോൺകേവും ആവുകയാണെങ്കിൽ എന്താണ്, യു ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, രണ്ടിന്റെയും കേസിൽ വരുമ്പോൾ കോൺവെക്സിലാണെങ്കിലും കോൺകേവിലാണെങ്കിലും രണ്ടിന്റെയും കേസിൽ വരുമ്പോൾ യു ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ. ഇത്ര ഓക്കെ ആണല്ലോ. ഒരു പ്രോബ്ലം ചെയ്തു. അപ്പൊ ഇത്രയും സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ലെൻസ് ഇക്വേഷൻ പഠിക്കുക, അതിന്റെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ കേട്ടോ, ചിഹ്നം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്
എഴുതുന്നതെന്നൊക്കെ മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കണ്ടു എഫ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ, ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസും ആയിരിക്കും എന്നും അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. നിങ്ങൾ ഇക്വേഷൻ ഒക്കെ എഴുതി തന്നെ പഠിക്കുക. ഞാൻ ലാസ്റ്റ് പറഞ്ഞ് ആ 3 ഇക്വേഷൻ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് തറവാക്കി പഠിക്കുക. തെറ്റാതെ തറവാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നെ ബാക്കി പാർട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഇതിന്റെ ബാക്കി പാർട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.